മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. രാഹുൽ മാങ്കുടത്തിൽ MLA-ക്കെതിരെ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കും കോൺഗ്രസ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. രാഹുൽ മാങ്കുടത്തിനെതിരെ കടുത്ത നടപടിക്ക് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. രാഹുൽ മാങ്കുടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ച് നടപടി ഉടൻ പ്രഖ്യാപിക്കും. ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, രാഹുലിനെതിരെ കടുത്ത നടപടിക്ക് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ബിനോയ്, രാഹുൽ മാങ്കുടത്തിനെതിരെ ഇപ്പോൾ ശക്തമായ നടപടിക്ക് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? രാവിലെ 10 മണിയോടുകൂടി തന്നെ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേരിട്ട് AICC നേതൃത്വത്തിൻ്റെ മുന്നിലെത്തുകയും അവരുടെ മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. കാരണം ഇതുവരെ ഉണ്ടായ സംഭവങ്ങൾ, ഇന്നലെ കിട്ടിയ പരാതി, ഇതിനെക്കുറിച്ചെല്ലാം വലിയ തരത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നൽകുക എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരിക്കൽ പോലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരു MLA എന്ന നിലയ്ക്കും ഒരു യുവ നേതാവ് എന്ന നിലയ്ക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ഈ നൽകിയ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്. കാരണം സംസ്ഥാനത്ത് നിന്നുള്ള മുഴുവൻ നേതാക്കളും, അതായത് നേതാക്കൾ ഒന്നടങ്കം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ K മുരളീധരൻ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയും പാർട്ടിക്ക് ശക്തി പകരുന്നതിന് വേണ്ടിയും ഒരു ബ്രഹ്മാസ്ത്രമായിട്ടാണ് കൃത്യമായും രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിച്ചതും വിജയിപ്പിച്ചതും. പക്ഷേ അവിടെ പാർട്ടിക്ക് വലിയ തരത്തിൽ ദോഷമുണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. മാത്രവുമല്ല, ഒരു കോൺഗ്രസ് പ്രവർത്തകനപ്പുറത്തേക്ക് കോൺഗ്രസ് പ്രവർത്തകൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, മതിൽചാട്ടം ഉൾപ്പെടെ നടത്തിയ ഒരു നേതാവായി അധപ്പതിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് K മുരളീധരൻ പറഞ്ഞത്. അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ തരത്തിലുള്ള ഒരു വിയോജിപ്പ് അല്ലെങ്കിൽ എതിർപ്പ് ഇപ്പോൾ പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായിരിക്കുന്നു. ഇതുവരെ പാർട്ടിക്കകത്ത് ഉണ്ടാകാത്ത തരത്തിലുള്ളൊരു നീക്കമാണ് ഇന്നലെ KPCC അധ്യക്ഷൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അതായത് കൃത്യമായും ഒരു നടപടിയിലേക്ക്, പാർട്ടി നടപടിക്ക് അപ്പുറത്തേക്ക് ആ പെൺകുട്ടിയുടെ ആ പരാതി അതേപടി തന്നെ DGPക്ക് കൈമാറുകയും അന്വേഷണം നടത്തി കൃത്യമായ നടപടിയെടുക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി കോൺഗ്രസിന് വേണ്ടി KPCC അധ്യക്ഷൻ നൽകിയതോടെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി പാർട്ടിക്കകത്തുള്ള എല്ലാ സ്ഥാനങ്ങളും അല്ലെങ്കിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ബഹുമതികളും എല്ലാം നഷ്ടമാകുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ തന്നെ ലഭിക്കുന്നു. ഇപ്പോൾ പാർട്ടി നേതൃത്വം കാത്തിരിക്കുന്നത് ഏത് തരത്തിലുള്ള ഒരു നടപടിയാണ് ആ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൂടി കേട്ടതിന് ശേഷം നടപടിയിലേക്ക് കടക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. കാരണം പാർട്ടിക്ക് വലിയ തരത്തിൽ ദോഷമുണ്ടാക്കി, പ്രത്യേകിച്ചും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി വലിയ തരത്തിലുള്ള പോരാട്ടത്തിൽ പാർട്ടിയുടെ താഴെ തട്ട് മുതലുള്ള പ്രവർത്തകർ ഒന്നടങ്കം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കേണ്ട ഒരു യുവ നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുണ്ടാകുന്ന വീഴ്ചകൾ അതൊരു കാരണവശാലും പാർട്ടിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത്തരത്തിൽ ഉള്ള പ്രതികരണങ്ങൾ തന്നെയാണ് മുൻ KPCC അധ്യക്ഷന്മാരായ K മുരളീധരൻ്റെ ഭാഗത്തു നിന്നും ഒപ്പം രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടി കൃത്യമായ നടപടിയിലേക്ക് നീങ്ങും. കാരണം ഇത് സംബന്ധിച്ച ഒരു തീരുമാനമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നേതൃനിരയിലുള്ള മുൻ KPCC അധ്യക്ഷന്മാരെ കണ്ടിരുന്നു. അവരുമായി ചർച്ച നടത്തിയിരുന്നു. അവർ പറഞ്ഞത് അനുസരിച്ചാണ് ഇപ്പോൾ AICC നേതൃത്വത്തിനെ കണ്ട് ദീപാദാസ് മുൻഷി വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി നടപടിയിലേക്ക് നീങ്ങും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ശക്തമായ പാർട്ടി നടപടി ഉണ്ടാകും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. പാർട്ടി ശക്തമായ നടപടിയിലേക്ക് നീങ്ങും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള അസാമാന്യമായ തരത്തിലുള്ള നീക്കങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു, KPCCയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. KPCC നേതാക്കൾ, അതായത് പ്രത്യേകിച്ചും പുതിയ KPCC ഭാരവാഹികൾ ഒന്നടങ്കം, UDF കൺവീനർ ഒന്നടങ്കം പറയുന്ന ഒരു കാര്യം, ഈ തൽക്കാലം പാർട്ടിയിൽ നിന്നും പുറത്താക്കി നിർത്തണം, അല്ലെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് പാർട്ടിയിൽ ഒപ്പം നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രീതി ശരിയല്ല, ഒഴിവാക്കണം എന്നൊരു ശക്തമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇത് സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് ഉടൻ എത്തിച്ചേരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ദീപാദാസ് മുൻഷി നേരിട്ട് തന്നെ, അതായത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്, അവർ ചുമതലക്കുള്ള ആളാണ്, അവർ നേരിട്ട് തന്നെ അവിടെ എത്തുകയും അവിടെ എത്തിയതിനു ശേഷം നടപടിക്രമങ്ങൾ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും
AICC നേതൃത്വത്തെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ AICC നേതൃത്വം ശക്തമായൊരു നടപടിയിലേക്ക് നീങ്ങും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം മുരളീധരന്റെ അടക്കം പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ്. ഈ ഒരു പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നടക്കമുള്ള ശക്തമായ തന്നെ ഒരു നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ അതുപോലെ തന്നെ മുരളീധരൻ പറയുകയുണ്ടായി, ഈ ഒരു രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന ആളുകളെ അടക്കം പാർട്ടിയിൽ നിന്ന് പുറത്താക്കും, അല്ലെങ്കിൽ അവർക്കെതിരെ തന്നെ ഒരു ശക്തമായ നടപടി തന്നെ സ്വീകരിക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ മറ്റ് മുതിർന്ന നേതാക്കളടക്കം ഈ ഒരു രാഹുലിനെതിരെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമല്ലേ നിലനിൽക്കുന്നത്? തീർച്ചയായിട്ടും മുതിർന്ന നേതാക്കന്മാർ ഒന്നടങ്കം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയാണ് പ്രതികരിക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് പാർട്ടിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. പാർട്ടിയെ വലിയ തരത്തിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഏതായാലും മണിക്കൂറുകൾ തന്നെ നമുക്ക് പറയാൻ കഴിയും. ആ ഒരു ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ ഒരു നീക്കം ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അതൊരിക്കൽ പോലും അംഗീകരിക്കാനാവില്ല. കാരണം ആദ്യഘട്ടത്തിൽ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ തരത്തിലുള്ള പരാതി വരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, തൽക്കാലം സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തി. എന്നിട്ടും പാർട്ടിയുടെ പ്രധാന സ്ഥലങ്ങളിലൊക്കെ, അതായത് പാലക്കാട് MLA എന്ന നിലയ്ക്ക്, പാലക്കാട് മേഖലയിൽ രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക്, കോൺഗ്രസ് പ്രവർത്തകർ എന്ന നിലയ്ക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സ്ഥാനാർത്ഥികളെ സഹായിക്കാനും അവരുടെ നാമനിർദ്ദേശിക പത്രിക നൽകുന്ന സമയത്തൊക്കെ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയൊക്കെ എത്തിയ രാഹുൽ മാങ്കൂട്ടത്തെ കണ്ടിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ആ പെൺകുട്ടി തന്നെ DGPക്ക് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുന്നു. ആ പരാതി DGPക്ക് നൽകുന്നു. തൊട്ട് പിന്നാലെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങും എന്ന പോലീസ് തീരുമാനമെടുത്തതോടുകൂടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോവുകയും ചെയ്തു. ആ രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിക്കുന്നതിന് വേണ്ടി എത്തിയ രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ളവർ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടാൻ മാർഗമുണ്ടെങ്കിൽ അത്തരത്തിൽ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി മുന്നോട്ടെത്തിയ രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ളവർക്ക് എതിരെ പോലീസ് നടപടിയെടുത്തിരിക്കുന്നു. അങ്ങനെ സംസ്ഥാനത്ത് വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു വിധത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ പാർട്ടിയിൽ ഉൾപ്പെടുത്തി കൊണ്ടുപോകുന്നതിനോട് താല്പര്യമില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ നേതാക്കന്മാർ പറഞ്ഞത്. പ്രത്യേകിച്ചും മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താനും ഉൾപ്പെടെയുള്ളവർ വലിയ തരത്തിലുള്ള അവരുടെ വിയോജിപ്പ് അന്ന് തന്നെ അറിയിച്ചിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇന്നലെ ഒരു പുതിയ പരാതി കൂടി എത്തിയിരിക്കുന്നത്. അത് ബാംഗ്ലൂർ സ്വദേശിനിയായ 23 വയസ്സുകാരിയാണ്. ആ പരാതി നേരിട്ട് KPCC നേതൃത്വത്തിനും AICC നേതാക്കളായ പ്രിയങ്ക ഗാന്ധിക്കും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കും എല്ലാം പരാതിയുടെ പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടിക്ക് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ച നടപടി ഉടൻ തന്നെ ഉണ്ടാകും. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. AICC ജനറൽ സെക്രട്ടറിയായ ദീപദാസ് മുൻഷി AICCക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. D. ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.